കോതമംഗലത്തെ കാഞ്ഞിരമ്പേലി ഇന്ദിര 72 വയസ്സുള്ള സ്ത്രീയെ ഇന്നലെ രാവിലെ ആന ചവിട്ടിക്കൊന്നു. കോതമംഗലത്തെ ജനങ്ങൾ കൂട്ടത്തോടെ ഇളക്കി. ആന ചവിട്ടി രാവിലെ 9:30 മണിക്ക് ഇന്ദിര അവരുടെ കൃഷിസ്ഥലത്ത്, വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലത്ത് റബ്ബറിൻ്റെ ഇടയിൽ കൂവ നട്ടിരുന്നു. അത് പറിക്കാനായിട്ട്, വിളവെടുക്കാനായിട്ട് ഭർത്താവ് രാമകൃഷ്ണൻ രാവിലെ റബ്ബർ തോട്ടത്തിലേക്ക് പോയി. 9:30 മണിക്ക് ചായയുമായിട്ട് ഇന്ദിര ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് അവരുടെ കൂട്ടുകാരി സൂസൻ അവരും കൂടെ പോയി. തലേദിവസം രാത്രിയിൽ പെരിയാറിന് അക്കരെ, പെരിയാറിൻ്റെ തീരത്താണ് ഇവര്, അക്കരെ ചെമ്പൻകുഴിയിൽ ആനക്കൂട്ടം വന്ന് നാട്ടുകാർ മുഴുവൻ ആനക്കൂട്ടത്തെ ഓടിച്ചു. ആന പെരിയാർ ക്രോസ് ചെയ്ത് ഇവർ താമസിച്ച് കാഞ്ഞിരമ്പേലിയിൽ വീടിനടുത്ത് വനത്തിലേക്ക് വന്നു. രാവിലെ ഭർത്താവിന് ചായയായിട്ട് പോയ ഇന്ദിരയെ കണ്ടപ്പം ആന പാഞ്ഞടുത്തു. സൂസൻ ഓടി രക്ഷപ്പെട്ടു. അവരും മക്കളും വിളിച്ചു പറഞ്ഞു, ആന വരുന്നു. അല്പം കേൾവിക്കുറവുണ്ടായിരുന്നു ഇന്ദിരയ്ക്ക്. ആന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തി അവരെ ചവിട്ടിക്കൊന്നു. അവരെ ആശുപത്രിയിൽ പെട്ടെന്ന് കൊണ്ടുപോയി. എങ്കിലും അവിടെ ചെന്നപ്പം മരിച്ചിരിക്കുന്നു. നാട്ടുകാർ ഒന്നടങ്കം ഇളകി. അവിടെ MP-യും അവിടുത്തെ MLA-യും അവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം രംഗത്ത് വന്നു. ഹോസ്പിറ്റലിലെ ഡെഡ് ബോഡിയുമായി അവർ പന്തൽ കെട്ടി അവിടെ അവർ പ്രകടനം നടന്നു. മന്ത്രി സ്ഥലത്ത് വരണം, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഏതായാലും അത് കലുഷിതമായ ഒരു അക്രമത്തിലേക്ക് പോയി. പോലീസ് ബലമായിട്ട് ഡെഡ് ബോഡി പിടിച്ചെടുത്തു, പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ചവിടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. MP, MLA ഉൾപ്പെടെ ആൾക്കാരെ പോലീസ് മർദ്ദിച്ചു. അവരെ തുണി ഉരിഞ്ഞു. അവരുടെ പലർക്കും തല്ലുകിട്ടി. പലരെ അറസ്റ്റ് ചെയ്തു. മാത്യു കുഴൽനാടനെയും അവിടുത്തെ MP-യെ അറസ്റ്റ് ചെയ്തു. അവർ ജാമ്യത്തിൽ പോയി. കഴിഞ്ഞ വർഷം കുറേ പേര് മൃഗങ്ങളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടു. ഈ വർഷം 2 മാസമേ കഴിഞ്ഞുള്ളൂ. ഇത് 7ാമത്തെ ആളാണ്. ഇന്ദിര 7ാമത്തെ ആളാണ്. മൂന്നാറിലെ ചക്കക്കൊമ്പൻ ഒരാളെ കൊന്നു. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ ടൂറിസ്റ്റുകളുമായിട്ട് പോയ ആളെ ഓട്ടോറിക്ഷ ചവിട്ടി ആ ഓട്ടോ ഡ്രൈവറെ കൊന്നു ആന. അത് ചക്കക്കൊമ്പനായിരുന്നു. മൂന്നാർ ചിന്നക്കനാലും ടൂറിസ്റ്റ് മേഖലയിലും നിരന്തരം ആന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആനകളെല്ലാം ഇപ്പം നാട്ടുപ്രദേശത്താണ്. പാലക്കാട് 3 പേരെ കൊന്നു. നമുക്കറിയാം, പാലക്കാട്ടെ അവിടുത്തെ ഒരു വാച്ചറെ കൊന്നു. അതുപോലെ തന്നെ പാലക്കാട്ട് വേലൂർ മക്കന എന്ന കർണാടകത്തിൻ്റെ ആന വന്ന് ഇവിടെ ഒരാളെ കൊന്നു. പനച്ചിയിലെ അമീഷിനെ കൊന്നു. പോൾരാജിനെ മൂന്നാറിൽ കൊന്നു. ജനുവരി 8-ന് പരിമളം എന്ന തോട്ടം തൊഴിലാളിയെ കൊന്നു മൂന്നാറിൽ. സൗന്ദരരാജൻ എന്ന ആളെ ചക്കക്കൊമ്പൻ കൊന്നു. വെള്ളച്ചാലി പോള് കാട്ടാൻ്റെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടു. 7 പേര് ഇതുവരെ. എന്തായാലും കേരളത്തിലെ മന്ത്രി, ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി ഒരു പരാജയമാണ്. മുഖ്യമന്ത്രി അങ്ങേരെ എത്രയും പെട്ടെന്ന് മാറ്റണം. അങ്ങേര് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും മന്ത്രിമാരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുകയാണ് ഐഡിയ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനുഷ്യൻ്റെ ജീവൻ പോവുകയാണ്. മൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് ഉണ്ട്. അതിനകത്ത് ഒരു ആന വൈൽഡായി അല്ലെങ്കിൽ കാട്ടുമൃഗം വൈൽഡായി നാട്ടിലിറങ്ങിയ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറയുന്നില്ല. കളക്ടർക്ക് അധികാരമുണ്ട് വെടിവെക്കാൻ. കളക്ടർമാർ, IAS കിട്ടിയ കളക്ടർമാരാരും വെടിവെക്കാൻ തയ്യാറാവില്ല, പണി പോകും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് 1972. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ വന്യമൃഗങ്ങളെയും സംരക്ഷിക്കാനാണ്. മൃഗത്തിനകത്ത് പക്ഷിമൃഗാദികളെല്ലാം ഉണ്ട്.
ആനയും കടുവയും പുലിയും പന്നിയും എല്ലാ മൃഗങ്ങളും എല്ലാ പറവകളും അതിൻ്റെ അകത്തുണ്ട്. അവരെ സംരക്ഷിക്കുകയാണ് 1972 പാസ്സാക്കിയ ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നാട്ടിലിറങ്ങുന്ന ഈ വന്യജീവികൾ ആളെ കൊല്ലുന്നതും കൃഷി നശിപ്പിക്കുന്നതിനെ പറ്റി തക്കതായ ഒരു പരിഹാരം ഈ വകുപ്പിനകത്ത് എങ്ങുമില്ല. അതൊരു വല്ലാത്ത ഡിഫക്റ്റാണ്. കൺസർവേഷൻ ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനും അതിനു വേണ്ട കാര്യങ്ങളും, അതുപോലെ വനത്തിൽ നിന്ന് ആൾക്കാർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നതിനും അത് വിൽക്കുന്നതിനും ആൾക്കാർ വനമേഖലയെ ടൂറിസ്റ്റാക്കി അതിനകത്തൂടെ സഞ്ചരിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ പറയുകയാണ്. പാവപ്പെട്ട മനുഷ്യന്റെ ജീവനെ പറ്റി എങ്ങും പറയുന്നില്ല. വനം സംരക്ഷിച്ചോട്ടെ, വനത്തിന് വെളിയിലിറങ്ങുന്ന ഈ വന്യമൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയും കുട്ടികളെ കൊല്ലുകയും അതോടൊപ്പം കൃഷി സ്ഥലങ്ങള്, ഒരു മനുഷ്യൻ കർഷകരായ കേരളത്തിലെ കാർഷിക വൃത്തിക്ക് ഭയങ്കര ത്രെട്ടാണ്. ഏറ്റവും വലിയ ത്രെട്ട് പന്നിയാണ്. തൊട്ടുപുറകെ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. മനുഷ്യനെ വയനാട്ടിലെ ഒരു കടുവ ഭക്ഷിച്ചത് നമുക്കറിയാം. ഇതൊക്കെ 2023 നടന്ന കാര്യമാണ്. ഇവിടെ പ്രസംഗിച്ച് നടക്കുകയാണ് ഒരു മന്ത്രി എത്ര പെട്ടെന്ന് മാറ്റണം. ഇവിടെ 17-ാം CCCF ഉണ്ട്. ചീഫ് കൺസർവേഷൻ ഫോറസ്റ്റിന്റെ DGP റാങ്കിലുള്ള, നമ്മുടെ സംസ്ഥാനത്തെ പോലീസിലെ ഹെഡായ DGP റാങ്കിലുള്ള 17 പേരുണ്ട് ഇവിടെ. ശമ്പളം ശരിക്ക് വാങ്ങുകയാണ്. എന്താണ് ഇവർക്ക് ജോലി? അവരാ നിയമങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കിക്കൂടെ? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റും അവർ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കണ്ടേ? എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാവുകയുള്ളൂ. സെക്ഷൻ 8 വൈൽഡ് ലൈഫ് ആക്ട്, അവിടെ ഒരു അഡ്വൈസറി ബോർഡുണ്ട്. നമുക്ക് ആശ്രയം അത് മാത്രമേ ഉള്ളൂ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 നമുക്ക് ആശ്രയമുള്ളത് ഒരു അഡ്വൈസറി ബോർഡാണ്. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കുക. ആരാണ് ആ മഹാന്മാര്? മിനിസ്റ്ററാണ് 1-ാം സ്ഥാനത്ത്. 2 മെമ്പർമാർ അസംബ്ലിയിലെ MLA-മാരാണ്. 3-ാമത് ഫോറസ്റ്റ് സെക്രട്ടറിയാണ്. 4-ാമത് ചീഫ് കൺസർവേറ്ററി ഓഫീസറാണ്. 5-ാമത് വൈൽഡ് ലൈഫ് വാർഡനാണ്. ഗവൺമെന്റിന് 5 നോമിനി ഉണ്ട്, ശമ്പളം വാങ്ങുന്നവര് ഈ വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡിൽ. ആ മഹാന്മാരാരാന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പേര് ആരൊക്കെയാണെന്ന് ഡിക്ലെയർ ചെയ്യണം ഗവൺമെന്റ്, പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു സെക്രട്ടറി എന്ന് പറയുന്നത്, ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. മൃഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അവരൊക്കെ പറയുന്നതെങ്കിലും അതിനകത്ത് സെക്ഷൻ 33 സെക്ഷൻ 64 ഒന്ന് വായിച്ചു നോക്കിക്കേ. അപ്പൊ ഗവൺമെന്റിന് ഒരു പവറുണ്ട് സെക്ഷൻ 64 അനുസരിച്ച്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 72 ഗവൺമെന്റ് ഒരു പവർ കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 64. നമുക്ക് നിയമം നിർമ്മിക്കാം. കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ എന്ത് ചെയ്യണമെന്ന് ഗവൺമെന്റ് അടിയന്തരമായി ഈ അഡ്വൈസറി ബോർഡിനെ വിളിച്ചുകൂട്ടി ഒരു തീരുമാനം എടുക്കണം. ഇനി മനുഷ്യജീവൻ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അസംബ്ലിയിൽ പുതിയ നിയമം കൊണ്ടുവരണം. അതിനുള്ള റെക്കമെൻഡേഷൻ ഈ അഡ്വൈസറി ബോർഡിക്ക് ചെയ്യാം. ഈ മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? മനുഷ്യനെ കൊല്ലുന്ന മൃഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് IAS IPS അങ്ങനെ കിട്ടിയവർ മാത്രം ഇരുന്ന് ആലോചിച്ചാൽ ശരിയാവില്ല. വനത്തിനടുത്ത് ജീവിക്കുന്ന നല്ല ഉത്തരവാദിത്തമുള്ള, പൗരബോധമുള്ള, രാജ്യസ്നേഹമുള്ള ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പം വിദ്യാഭ്യാസം അല്പം കുറവായിരിക്കാം. ഈ 3 ജില്ലകളിൽ പാലക്കാട്, വയനാട്, അവിടുന്ന് 2 പേരെ എടുത്ത് രാഷ്ട്രീയ ഭേദമന്യേ മൃഗങ്ങളുമായിട്ട് നിരന്തരം ഫൈറ്റ് ചെയ്യുന്ന സാധാരണക്കാരുടെ പ്രതിനിധികളെ എടുത്ത് നമുക്ക് കാട്ടിലെ അകത്ത് തന്നെ മൃഗങ്ങളെ നിർത്താനും അവർ വെളിയിലോട്ട് ഇറങ്ങാതിരിക്കാനും, ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്നൊക്കെ ഇവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. നല്ല നല്ല അഭിപ്രായങ്ങളാണ്. നമുക്ക് അവരുടെ സേവനം വേണം. അതുകൊണ്ട് ഗവൺമെന്റ്
സെക്ഷൻ 64 31 ഒന്ന് വായിച്ചു നോക്കിയിട്ട് സെക്ഷൻ 8 31 64 അതാണ് ഞാൻ പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആയി. നമുക്ക് ഒരു നിയമനിർമ്മാണം അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഇത് അസംബ്ലി പാസ്സാക്കണം. യുനാനിമസ് ആയിട്ട് പാസ്സാക്കാൻ പറ്റും. എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ ഇറങ്ങുന്ന മൃഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അവരെ തിരിച്ചോടിച്ചു വിട്ടാൽ വീണ്ടും അവർ വേറൊരു വഴി കൂടെ കറങ്ങി വരും. ഇപ്പൊ തന്നെ കോതമംഗലത്ത് ഇന്ദ്ര മരിക്കാൻ കാരണം പെരിയാറിന് അക്കരെയുള്ള അവിടെ ആനശല്യം കാണണം, അവരവിടുന്ന് അടിച്ചു ഓടിച്ചവനാണ് കാഞ്ഞിരമ്പല്ലിൽ ഇപ്പുറയെത്തി ഇന്ദ്രയെ കൊന്നിട്ട് പോയെ. ഒറ്റ അടിക്ക് വീഴ്ത്തിയിട്ട് കൊമ്പുകൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു. എത്ര പേരായി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാസത്തിലെ 1-2 പേര് വെച്ച് നഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മേഖലയാണ് ആളെ കൊല്ലുന്ന വൈൽഡ് ലൈഫിന്റെ. അതുകൊണ്ട് പരിഹാരം ഉണ്ടായേ വെക്കുള്ളൂ. ലോകത്തൊരിടത്തും ഇതിനൊരു ശാശ്വതമായ പരിഹാരങ്ങളൊന്നുമില്ല. ഓസ്ട്രേലിയയിലും ആഫ്രിക്കയിലൊക്കെ വന്യജീവികൾ പെറ്റുപിരിക്കിയാൽ അതിനെ നശിപ്പിക്കാൻ ഇത്ര % നശിപ്പിച്ച് കളയും. ഇവിടെ വന്യസ്നേഹികൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വന്യമൃഗങ്ങളോട് സ്നേഹം പുലർത്തുന്ന 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അവരുടെ പ്രതിനിധികളെ വിളിക്കുക, അവരൂടെ വരട്ടെ. ഒത്തൊരുമിച്ച് ഇരുന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. വനം വകുപ്പ് മന്ത്രിയും അതുപോലെ വനം വകുപ്പിന്റെ ആൾക്കാരും ഫോറസ്റ്റ് ഓഫീസർമാര് തികഞ്ഞ പരാജയമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരവിടെ ഇരുന്നോട്ടെ. അവർ വരിക. നമുക്ക് സെക്ഷൻ 8 സെക്ഷൻ 33 സെക്ഷൻ 64 ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ വന്യജീവികളുമായിട്ട് നിരന്തരം പോരാടുന്ന നാട്ടിലെ ആൾക്കാരുടെ പ്രതിനിധികളും മൃഗസ്നേഹികൾ ആൾക്കാരുടെ പ്രതിനിധികളും വന്നിട്ട് അടിയന്തരമായി തൽക്കാലം വനത്തിലെ ഇവരെ തന്നെ നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ വനങ്ങളിലും ആവശ്യമായ വെള്ളം എത്തിക്കുക. അവർക്ക് തിന്നാനുള്ള സാധനങ്ങൾ വനത്തിൽ തന്നെ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഇപ്പം വനം മുഴുവൻ കരിങ്കാടായി, അല്ലെങ്കിൽ വനം മുഴുവൻ ഇപ്പം ആ ഭക്ഷ്യവസ്തുക്കളൊന്നുമില്ല. മൃഗങ്ങൾ വനത്തിൽ നിന്ന് നോക്കുമ്പം പച്ചപ്പ് കിടക്കുന്ന നാട്ടുപ്രദേശ കൃഷിത്തോട്ടങ്ങളാണ്. അതുങ്ങൾ തെറ്റിദ്ധരിച്ച് ഇങ്ങോട്ട് ഇറങ്ങും. ഇതാണ് വനം. അവിടെ കാണുന്ന ആൾക്കാരെ കുത്തി ഓടിക്കും. അതുകൊണ്ട് ആവശ്യമായ തീറ്റ വനത്തിലെ അവിടത്തെ നിന്ന് ലഭിക്കുന്ന ലാഭം നോക്കരുത്. അവിടെ തേക്കും മാഞ്ചിയവും വെച്ച് നടത്തി അതുങ്ങൾക്ക് തീറ്റയില്ലാതെയാക്കി. ആവശ്യത്തിന് ഒരു ചെറു വിമാനത്തിലെ കേരളത്തിലെ പാലക്കാടും അതുപോലെ വയനാടും ഇടുക്കിയിലും ചക്കക്കുരു എല്ലാ ഫോറസ്റ്റിലും വിതരണം ചെയ്യുക. അതവിടെ കിടന്ന് കിളുക്കും. ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. ആനയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക. കാട്ടിലെല്ലാവരും വരട്ടെ. നമുക്കറിയാം പ്ലാവ് തടി വിലയുള്ളതാണ്. തേക്ക് മാറ്റിയിട്ട് നമുക്ക് പ്ലാവ് തടിയിലോട്ട് കയറണം. അതുപോലെ തന്നെ അത് പക്ഷികൾക്കും ഇഷ്ടംപോലെ ഭക്ഷിക്കാനുള്ള സാധനങ്ങളും അതുപോലെയുള്ള സംഗതികളാണ് കാട്ടിലേക്ക് വിതരണം ചെയ്യുക. അതവിടെ കിടന്ന് വളർന്നോളും. എല്ലാ കാടുകളിലും വെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളും വേണം. ഇതൊക്കെയാണ് പണം മുടക്കി ചിലവാക്കേണ്ടത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. മന്ത്രി ഇങ്ങനെ പ്രസംഗിച്ചിട്ട് ഇവിടെ നാട്ടിൽ ആർക്കും ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ ജീവന്റെ വില കൽപ്പിക്കണം. അതുകൊണ്ട് മാറി ചിന്തിക്കണം നമ്മൾ. അത് ലോകത്തോരിടത്തും പോയി ഇവരാരും അവിടെ പോയി അന്വേഷിച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അങ്ങനെ ഒരു സൂക്കേട് മന്ത്രിമാർക്കും MLA-മാർക്കും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറയും. നമുക്ക് ഇതിനല്ല, നമ്മുടെ ഇവിടുത്തെ പ്രശ്നത്തിന് നമുക്കിവിടെ പരിഹാരം ഉണ്ടാവും. അതുകൊണ്ട് ഇതിനകത്ത് നല്ല എക്സ്പെർട്ടായ ഫോറസ്റ്റിലെ താഴെക്കടയുള്ള ജീവനക്കാരുണ്ട്. അവരെയും കൂടെ ചേർക്കുക, അവരുടെ പ്രതിനിധികളെ ചേർക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തരുത്. ഇതിനകത്ത് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനി കൂടി വരും. ഈ വർഷം 2 മാസം ആയുള്ള 7 പേര് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ജനങ്ങള് അവരെ പ്രതിഷേധത്തിലേക്ക് നയിക്കാതെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാര് വൈൽഡ് ലൈഫ് ആക്ട് 1972 സെക്ഷൻ 8 33 64 ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അഡ്വൈസറി ബോർഡ് ഒന്ന് പുനഃസംഘടിപ്പിച്ചിട്ട് അവിടേക്ക് എത്രയും പെട്ടെന്ന് 2 ആഴ്ചക്കകം തീരുമാനം എത്തണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.